നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്നത്തെ വീഡിയോ അഡീനിയം വിത്തിനെ കുറിച്ചാണ് കേട്ടോ. നമ്മളിവിടെ 3 ഘട്ടങ്ങളിലായിട്ടാണ് അഡീനിയം വിത്ത് കൊടുത്തത്. ആദ്യം എല്ലാവർക്കും 10 വിത്ത് വീതം ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഞങ്ങളുടെ നഴ്സറിയിൽ നിന്നും പച്ചക്കറി വിത്ത് വാങ്ങുന്ന ആളുകൾക്ക് 10 അഡീനിയം വിത്ത് സൗജന്യമായിട്ട് അയച്ചു കൊടുത്തു. മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നത് ഒരു വിത്തിന് 6 രൂപ എന്ന നിരക്കിലാണ് വിൽക്കുന്നത്. അതായത് ഇങ്ങനൊരു പോഡിനല്ല 6 രൂപ, ഇതിൻ്റെ ഉള്ളിൽ ഒരു 50, 60, 100 വരെ വിത്തുകൾ ഉണ്ടായിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ആ ചെറിയ വിത്തുകൾക്ക് ഒരെണ്ണത്തിന് 6 രൂപ നിരക്കിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ആളുകൾക്കൊരു സംശയം, ഇപ്പോൾ ഈ ചെടിയുടെ മേലെ 2 കളർ പൂവുണ്ട്, ഇതിൽ 3 കളർ പൂവുണ്ട്, നമ്മളിവിടെ എല്ലാ ചെടിയിലും ഡിഫറെൻറ്റ്, ഇതിപ്പോൾ ഒരു സെറ്റേ വിരിഞ്ഞിട്ടുള്ളൂ, അടുത്ത കൊമ്പിൽ വേറെ കളർ, അങ്ങനെ കുറേ വിരിയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഓരോ കൊമ്പ്, ഈ 2 കൊമ്പ് മുമ്പും ഞാൻ സിംഗിൾ പെറ്റൽ വിടും. അതിൻ്റെ ആവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടിട്ടുണ്ടാവും. കാരണം ഒരു ചെടീൻ്റെ മേലെ ഞാൻ 4 or 5 ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു കൊമ്പ് അതിൻ്റെ അടിഭാഗത്തു നിന്നുള്ള പൊടിപ്പ്, അതായത് മെയിൻ സ്റ്റെമ്മത്തെ 2 കൊമ്പ് നിർത്തും. അതിനൊരു ഗുണം എന്താ അറിയോ? ഇപ്പോൾ ഇതിൽ പൂമ്പാറ്റകൾ, തേനീച്ചകളൊക്കെ ഒന്ന് പരാഗണം നടത്തുമ്പോൾ അവർ 5 കളർ പൂക്കളിലും കയറി പരാഗണം നടത്തും. അതിൽ പൂമ്പൊടിയൊക്കെ അതിൻ്റെ കാലുമ്മ പറ്റും. എന്നിട്ട് നമ്മളെ നാടൻ ഇനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ പൂമ്പൊടി തേക്കും. അങ്ങനെ അതിൽ വിത്തുണ്ടാവുമ്പോൾ കളർ ചേഞ്ച് ഉള്ള പൂക്കൾ വരും. അത് പക്ഷേ ഏതാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അഡീനിയത്തിൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നാടൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. സാധാരണ വിത്ത് പൂ ഇട്ട് കഴിഞ്ഞാൽ വ്യത്യസ്ത കളറുള്ള ഏതെങ്കിലും ചെടി ഉണ്ടായാൽ നമ്മളെ ഭാഗ്യം. ഇപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 5 or 6 ഡിഫറെൻറ്റ് കളറുണ്ട്, അതിൻ്റെ ഒപ്പം ഒരു ബേസ് കളറും ഉണ്ടെങ്കിൽ അതിൽ പരാഗണം നടത്തുമ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വിത്ത് നല്ലൊരു വലിയൊരു ചെടിയിലുള്ള ആ ചെടിയിൽ 3-4 കളറ് അഡീനിയം പൂക്കളുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇതിൽ ഉള്ള വിത്ത് എടുത്തിട്ട് ഞാൻ പറയാണ്, ഇതിൽ ഒരു വിത്ത് ഈ കളറാണ്, ഒരു വിത്ത് ഇതിൻ്റെയാണ്, ഒരു വിത്ത് ഈ റെഡിൻ്റെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കൊടുക്കുക ഓർഡിനറി വിത്ത്. പിന്നെ മറ്റൊരു കാര്യം, എത്ര വിത്ത് മുളയ്ക്കുമെന്നോ ഏത് കളർ ഉണ്ടാവുന്നോ എത്ര ഗ്രോത്ത് ഉണ്ടാവുന്നോ ഒന്നും അഡീനിയം വിത്ത് വാങ്ങുമ്പോൾ പറയാൻ പറ്റില്ല. പരാതി പറയരുത്. കാരണം അഡീനിയം വിത്ത് ഒരു പൾപ്പ് പോലുള്ള സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൽ വെയിറ്റ് ഉണ്ടോ, പൊങ്ങ് പോലെ ഒരു സാധനം ഉണ്ടാവുള്ളൂ. അതിൽ പ്രസ് ചെയ്തിട്ട് ഇത് വിത്ത് നല്ലതാണോ എന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ മുളക്കില്ല. കാരണം അത് പ്രസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് പോയി. അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കുന്നു, നിങ്ങൾക്ക് എടുത്ത് അയക്കുക, ഇത്രയേ ഇതിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഡീനിയം വിത്ത് വേണം എന്നുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ. അധികമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കിവിടെ ഇനി തൈ ഉണ്ടാക്കിയിട്ട് ജൂണിൽ മുളപ്പിച്ച് നമ്മളുടെ അടുത്ത ഫെബ്രുവരിയിലേക്കുള്ള ഗ്രാഫ്റ്റിങ്ങുള്ള തൈകൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ പല കളറുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾ പല കളറുകളുടെ വിത്ത് എന്ന് പറഞ്ഞ് മേടിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാം, ഒരു 10-25 ചെടികളുടെ ഫോട്ടോ കാണിച്ചിട്ട് അതിൻ്റെയൊക്കെ കൂടി വിത്ത് 250 രൂപ, 500 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. പക്ഷെ അങ്ങനെ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ആ കളർ എന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തത് എന്നുള്ളതാണ് സംശയം. പിന്നെ ആവാം ഒരു സാധ്യത, അതായത് ഒരു അടച്ചുപൂട്ടിയ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഒരു കളർ അഡീനിയം നല്ല ഭംഗിയുള്ളത് വളർത്തുന്നു, അതിൽ പരാഗണം കൃത്രിമമായിട്ടോ അല്ലെങ്കിൽ പൂമ്പാറ്റകൾ വഴിയോ ഒക്കെ തേനീച്ചകൾ വഴിയോ നടത്തുന്നു, അതിലുണ്ടാകുന്ന വിത്ത് എടുത്തിട്ട് അവർ പാകുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇത്രയും ചെടി ഇരിക്കുമ്പോൾ നമുക്ക് ക്രോസ് പോളിനേഷൻ നടക്കുമല്ലോ. അപ്പോൾ അതിൽ അതുകൊണ്ടാണ് നമ്മളുടെ പലപ്പോഴും ഈ മഞ്ഞ കളറ് പൂവ് ഉണ്ടാകുന്നതിനൊക്കെ യഥാർത്ഥ മഞ്ഞ വരാത്തത്. മഞ്ഞ വന്നിട്ട് ഉടനെ അത് ക്രീമിലേക്കും ലൈറ്റ് കളറിലേക്കും ഒക്കെ മാറുന്നത്. അപ്പോൾ വിത്ത് വേണമെന്നുള്ള ആൾക്കാർ വിളിച്ചോളൂ. ഞാൻ ഇതാ പറയുന്നത്, എത്ര വിത്ത് മുളയ്ക്കുന്നോ ഏത് കളറാവുന്നോ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന എണ്ണം വിത്തുകൾ എടുത്ത് അയക്കുക, അത്രേ ഉള്ളൂ. ചെടിയാവുമ്പോൾ നമുക്ക് ഗ്യാരണ്ടിയാണ്, കാരണം എന്നെ കളറ് പൂവാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം ആളുകൾക്കൊന്നും വിത്ത് ഉണ്ടാവില്ല, എന്നാലും കുറച്ച് ആളുകൾക്കൊക്കെ. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമുക്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.